മുതിർന്ന CPI നേതാവ് K. ഇസ്മായിലിനെതിരെ നടപടി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്ന് CPI എക്സിക്യൂട്ടീവിന്റെ ശുപാർശ. തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. നടപടി P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ കടുപ്പിച്ച് ആശാവർക്കർമാർ. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കം. ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുന്നത് 3 പേർ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ. സമരത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ. JP നദ്ദയെ കാണാൻ സമയം തേടിയെന്ന് മന്ത്രി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തി. കുത്തേറ്റു മരിച്ചത് മാവിളക്കടവ് സ്വദേശി ശശി. കുത്തിയത് അയൽവാസി മണിയൻ. കൊലപാതകം അയൽവാസികൾ തമ്മിലുള്ള വസ്തുതർക്കത്തിനിടെ. കാസർകോട് കേരള ബാങ്കിന്റെ ക്രൂരത. വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയും കുട്ടികളും അടക്കമുള്ളവരെ ഇറക്കിവിട്ടു. സാധനങ്ങൾ വലിച്ചു പുറത്തിട്ട് വീട് ജപ്തി ചെയ്തു. തെരുവിലായത് പപ്പച്ചാലിലെ ജാനകിയും കുടുംബവും. ജപ്തി നടപടി കോടതി ഉത്തരവ് പ്രകാരമെന്ന് ബാങ്കിന്റെ വിശദീകരണം. കണ്ണൂർ ചക്കരക്കല്ലിൽ തെരുവുനായ ആക്രമണം. 30-ൽ അധികം പേർക്ക് കടിയേറ്റു. കുട്ടികളടക്കം ആശുപത്രിയിൽ. എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാരെ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചു. പീഡനത്തിനിരയായത് 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ. അയ്യമ്പുഴ സ്വദേശി ധനേഷ് അറസ്റ്റിൽ. പീഡന വിവരം പുറത്തറിഞ്ഞത് പെൺകുട്ടികളിൽ ഒരാൾ സുഹൃത്തിനെഴുതിയ കത്തിലൂടെ. മലപ്പുറം ഷാബ ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാർ. 1-ാം പ്രതി ഷൈബിൻ, 2-ാം പ്രതി ഷിഹാവുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി. 12 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി മറ്റന്നാൾ. ഒറ്റമൂലി രഹസ്യമറിയാൻ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2019. അംഗനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നിയമസഭയിൽ. ആശാവർക്കർമാരെ പോലെ സർക്കാർ അംഗനവാടി ജീവനക്കാരെയും ചവിട്ടിമെതിക്കുന്നുവെന്ന് പ്രതിപക്ഷം. വകുപ്പ് മന്ത്രി എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന നജീബ് കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി P. രാജീവ്.